അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. തെണ്ടി, ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. എങ്കിൽ പറഞ്ഞോട്ടെ, ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും, നല്ല കുളങ്ങളിലും ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പരിപാലന്റെ 5 അയലോത്ര പോയിട്ടില്ല. ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു? ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് തന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തിന്റെ സുഖേടാ? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിന്നി ടോം. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിന്നി ടോമിനെ വിളിച്ചത്? ഈ അടുത്ത കാലത്താണല്ലോ അത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ടിന്നി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന്. എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. അങ്ങോട്ട് കൂടി പോടോടുന്നു. അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ, ജോസിന് കാറ്റുകൊള്ളട്ടെ. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിന്നി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പൊ ഇയാൾ തെറി വിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിന്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? ആ ഒരു ബോധം പോലും ഇല്ലാതായി പോയി ടിന്നി ടോമിന് എന്ന് പറയാം. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.